പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ്. മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് തിരിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മലയാളികളടക്കം നിരവധി പേർ ദുരന്തത്തിൽ കുടുങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടാവുന്നത്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അല്പസമയം മുമ്പ് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത ബാധിതർക്ക് പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട നീക്കം. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, മന്ത്രി നേരിട്ട് തിരിക്കുന്നു. ഇതിനപ്പുറം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെയാണ്? ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കുവൈറ്റിലേക്ക് പോകുന്നത്. ജീവൻ ബാബു IAS മന്ത്രിക്കൊപ്പം ഉണ്ടാകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇതിനായി ചേർന്നത്. ആ മന്ത്രിസഭാ അല്പസമയം മുമ്പ് അവസാനിച്ചു. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണ്. അല്പസമയത്തിന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും മന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് തന്നെ കുവൈറ്റിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി ഔദ്യോഗികമായ കാര്യം മന്ത്രി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പത്തനംതിട്ട അദ്ദേഹം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ തീരുമാനം അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാബിനറ്റ് തീരുമാനം ഇതാണ്. മന്ത്രി വീണ ജോർജും ജീവൻ ബാബു IAS കേരള സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കടക്കം ഏകോപനത്തിനായി കുവൈറ്റിലേക്ക് തിരിക്കും. അരുൺ, ഈ സംസ്ഥാന സർക്കാർ എന്തായാലും നിലവിലുള്ള അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി സംഘമോ ഇപ്പോൾ തന്നെ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് വീണ ജോർജ് ആകാശ് എന്ന പന്തളത്ത് മരണപ്പെട്ട ആളുടെ ആ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി മന്ത്രി ഇപ്പോൾ അവിടുന്ന് പിരിഞ്ഞതേ ഉള്ളൂ. എന്തായാലും വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് മലയാളികൾ ഇത്ര അധികം അപകടത്തിൽപ്പെടുന്നു എന്നൊരു പശ്ചാത്തലത്തിലാണോ ഇത്ര വേഗത്തിൽ നടപടികൾ കാര്യങ്ങൾ ഉണ്ടാകുന്നത്? അതുതന്നെയാണ്. ഇത്രയധികം മലയാളികൾ അപകടത്തിൽപ്പെടുന്നു. വലിയ ആശങ്ക അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്നു. നമുക്കറിയാം, ഓരോ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരമാവധി ആശ്വാസ നടപടികൾ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത്. മറ്റൊരു രാജ്യത്താണ് എങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അത് മറികടന്നുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. മലയാളി സംഘടനയുടെ സഹായവും നേരത്തെ തന്നെ സർക്കാർ തേടിയിരുന്നു. നോർക്ക ഇന്നലെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരുന്നു. അവിടെയുള്ള മലയാളികളുടെ വിലാസം, കോൺടാക്ട് നമ്പർ അടക്കം നൽകിക്കൊണ്ടാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേരുകയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആശ്രിതർക്ക് ധനസഹായ പ്രഖ്യാപനമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷമാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ സഹായം വരും. കേന്ദ്ര സർക്കാർ നേരത്തെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം കൂടി ഉണ്ടാവുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘം തന്നെ കുവൈറ്റിന് തിരിക്കാനാണ് തീരുമാനം. മന്ത്രി വീണ ജോർജിന് നേതൃത്വം നൽകും. ജീവൻ ബാബു IAS ഈ സംഘത്തിലുണ്ടാവും. മറ്റ് നോർക്കയുടെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നിലവിലുണ്ടായിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ തന്നെ നോർക്ക അവിടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട നമ്പറുകൾ നൽകിയിട്ടുണ്ട്. മലയാളികൾക്ക് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം 12 മരണങ്ങൾ സംഭവിച്ചു എന്നതാണ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റ് കണക്കുകൾ ഒരുപക്ഷെ ഇനിയും വരാനിരിക്കുകയാണ്. നമ്മൾ നേരത്തെ